പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ചരിത്ര ദിവസമാണ്. കാരണം കൊല്ലവർഷം 1078 ധനുമാസം 23, അത് ഒരു ജനുവരി മാസം 7-ാം തീയതിയായിരുന്നു. അന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന മഹാസംഘടനയ്ക്ക് രൂപം നൽകിയത്. ആ സംഘടന ഔപചാരികമായി രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് ഇടവ മാസം 2-ാം തീയതിയായിരുന്നു, അതായത് മെയ് മാസം 15-ാം തീയതി. ശ്രീനാരായണ ഗുരുദേവൻ്റെ സാന്നിധ്യത്തിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അത് പിറന്നു വീണത് അരുവിപ്പുറത്തെ ഒരു പ്ലാവിൻ്റെ ചുവട്ടിലായിരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ പുത്രനിർവിശേഷമായ വാത്സല്യം ആരോടെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു വ്യക്തിയോട് മാത്രമായിരുന്നു. അത് സഹോദരൻ അയ്യപ്പനോടായിരുന്നു. സഹോദരൻ ജനിച്ചു വീണ ഈ മണ്ണിൽ സഹോദരനെ കാണാൻ, സഹോദരൻ്റെ ഈ വീട്ടിലേക്ക് സഹോദരൻ്റെ വീട്ടുകാരെ കാണാനൊക്കെ ഒരുപാട് തവണ ഗുരുദേവൻ വന്നു പോയിട്ടുള്ള ഈ മണ്ണിൽ ഇന്ന് സഹോദരൻ്റെ വീടിന് മുമ്പിലുള്ള ഈ മാവിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒരു സംഘടനയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ശ്രീ മോഹൻ ഗോപാൽ സർ, ശ്രീനാരായണ മാനവധർമ്മം. അതും ഒരു ജനുവരി 7 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും ആ യോഗത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യങ്ങളെ ഈ സമൂഹത്തിൽ അതിൻ്റെ യഥാർത്ഥ സത്തയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി നാം രൂപീകരിക്കുന്ന ശ്രീനാരായണ മാനവധർമ്മവും അങ്ങനെ ജനുവരി 7 ആരംഭിക്കുകയാണ്. ഇത് ചരിത്രത്തിൻ്റെ ഒരു നിയോഗമാണ്. തീർച്ചയായും ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം നമുക്കുണ്ട്. ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ സാർ പറഞ്ഞു, ചാതുർവർണ്ണത്തിൽ ജീവിക്കുന്ന അവസാന തലമുറ നമ്മളായിരിക്കണം. ചാതുർവർണ്ണത്തിൽ ജീവിക്കുന്ന അവസാന തലമുറ നമ്മളായിരിക്കാൻ വേണ്ടിയാണ് ഇനിയൊരു തലമുറ ഈ ശ്രേണീകൃതമായ അസമത്വത്തിൽ അവരുടെ ജീവിതം ഹോമിക്കാതിരിക്കാൻ വേണ്ടിയാണ് നാം മാനവധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് നമ്മുടെ ഒരു വലിയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അതിന് സൈദ്ധാന്തികമായി എന്താണ് ചെയ്യേണ്ടത്, അതിന് പ്രായോഗികമായി എന്താണ് ചെയ്യേണ്ടത് എന്ന ആലോചനകളാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം. ഈ ജാതി വ്യവസ്ഥ എന്ന് വിളിക്കപ്പെടുന്ന ഈ അധമ വ്യവസ്ഥ എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിന് കൃത്യമായി ഡോക്ടർ ശ്യാംകുമാർ ഉത്തരം പറഞ്ഞു. അത് നമ്മൾ ഇന്ന് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുള്ള ഈ ലഘുലേഖയിലും വ്യക്തമാണ്. അത് വേദനിർമ്മിതമാണ്. ബ്രാഹ്മണരുടെ മതഗ്രന്ഥങ്ങളാണ് അഥവാ അടിസ്ഥാന പ്രമാണങ്ങളാണ് വേദങ്ങൾ. അത് അവർക്ക് പരമപ്രമാണമാണ്. അവർക്ക് എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവർക്ക് പരമപ്രമാണമാണ്. വേദത്തിലെ 1-ാമത്തെ വേദം ഋഗ്വേദം. ഋഗ്വേദത്തിൻ്റെ 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജാന്യകൃത ഒരു തദസ്യ യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്ന 13-ാമത്തെ മന്ത്രമാണത്. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രഭാഷണത്തിൽ അത് വീണ്ടും വിശദീകരിക്കുന്നില്ല, സമയം വളരെ കുറവുണ്ട്. അപ്പോൾ ഇവിടെ ജാതിയെന്നോ വർണ്ണമെന്നോ ഉള്ള വാക്ക് സൂചിപ്പിക്കുന്നില്ല. ഇവിടെ സവർണരായ ആളുകൾ അഥവാ ബ്രാഹ്മണർ അവർ വ്യാഖ്യാനിക്കുന്നത് വർണ്ണം എന്ന് പറയുന്നത് ഒരു മഹത്തായതും ശുദ്ധവുമായ ഈശ്വര കൽപ്പിതമായ ഒന്നാണ്. പക്ഷേ ജാതി അത് വേറെയാണ്. അത് വർണ്ണം ദുഷിച്ചുണ്ടായതാണ് ജാതി എന്നാണ്. വർണ്ണം ദുഷിച്ചുണ്ടായത് ആണ് ജാതി എന്നവരുടെ വാദം തെറ്റാണ് എന്ന് മാത്രമല്ല, ഋഗ്വേദത്തിൻ്റെ ഏറ്റവും ആധികാരിക ഭാഷ്യമായി ഇന്ന് ബ്രാഹ്മണ പണ്ഡിതർ അംഗീകരിക്കുന്നത് സായണൻ്റെ ഭാഷ്യത്തെയാണ്. സായണ ഭാഷ്യത്തിൽ സായണൻ ഈ മേൽ പറഞ്ഞ വേദമന്ത്രത്തെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് വർണ്ണമെന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ കൃത്യമായി പ്രയോഗിക്കുന്നത് ജാതി എന്നാണ്. ബ്രാഹ്മണൻ ഒരു ജാതിയല്ല, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വർണ്ണമാണ്. ആ വർണ്ണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുണകർമ്മത്തിനനുസരിച്ചാണ് എന്നൊക്കെ ഇന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവർ സായണനെ നിരസിക്കുന്നോ എന്ന് അവരോട് ചോദിക്കാനുണ്ട്. സായണൻ പറയുന്നത് ഇങ്ങനെയാണ്, മലയാളം ഞാൻ വായിക്കാം ആദ്യം തന്നെ. ഈ പ്രജാപതിയുടെ മുഖത്തു നിന്ന് ബ്രാഹ്മണൻ എന്നാൽ ബ്രാഹ്മണത്വ ജാതി കൊണ്ട് വൈശിഷ്ട്യമുള്ള പുരുഷനുണ്ടായി. ബ്രാഹ്മണത്വ ജാതി കൊണ്ട്. സംസ്കൃതത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്, ബ്രാഹ്മണത്വ ജാതി വിശിഷ്ട പുരുഷ മുഖമാസീത് മുഖാദ് ഉത്പാദിത ഇതി. ബ്രാഹ്മണത്വ ജാതി വിശിഷ്ട പുരുഷ എന്ന് ജാതി എന്ന പദം കൊണ്ടാണ് ബ്രാഹ്മണൻ എന്ന വാക്കിനെ സായണൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൽ പറയുന്നത് ജാതിയെക്കുറിച്ചാണ്.
4 ജാതികളെക്കുറിച്ച് പറയുന്നു. ആ ജാതികൾ ഒരു ജന്മരീതിയാണ്. ഈ പ്രജാപതിയുടെ അഥവാ വിരാട് പുരുഷൻ്റെ വ്യത്യസ്തമായ ശരീര അവയവങ്ങളിൽ നിന്ന് ജനിച്ചവർ. ബ്രാഹ്മണർ ജനിച്ചത് വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നാണ്. ക്ഷത്രിയർ ജനിച്ചത് വിരാട് പുരുഷൻ്റെ ബാഹുക്കളിൽ നിന്നാണ്. വൈശ്യർ ജനിച്ചത് വിരാട് പുരുഷൻ്റെ തുടകളിൽ നിന്നാണ്. അതുപോലെ ശൂദ്രർ ജനിച്ചത് വിരാട് പുരുഷൻ്റെ പാദങ്ങളിൽ നിന്നാണ്. സാധാരണ മനുഷ്യന്മാർ ജനിക്കുന്ന പോലെ ഒരാളും ജനിച്ചിട്ടില്ല എന്ന് ചുരുക്കം. ഇവരാണ് ഈ ചാതുർവർണ്ണത്തിലെ ജാതി വ്യവസ്ഥ. ഇവർ ജന്മജമായ ജാതിയെ ഉദ്ഘോഷിക്കുന്നു. ഇവിടെ കർമ്മമായ ജാതിയെപ്പറ്റി സൂചനയില്ല എന്ന് മാത്രമല്ല, ഈ ജന്മജമായ ചാതുർവർണ്ണത്തിൻ്റെ ജാതി സിദ്ധാന്തം, അതിൻ്റെ ഉച്ചനീചത്വങ്ങൾ, അതിലൂടെ നാം എത്തിപ്പെട്ടു പോയ അഥവാ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ, ഇതിനെ പ്രമാണമായി അംഗീകരിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് പിൽക്കാലത്ത് നാം ഹിന്ദു മതമെന്ന് വിശേഷിപ്പിക്കുന്ന മതത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന് അറിഞ്ഞോ അറിയാതെയോ വിശ്വസിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഈ ജാതിയാണ് നമ്മളെന്ന് തോന്നൽ. യഥാർത്ഥത്തിൽ ഈ 4 വർണ്ണങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ആരും തന്നെ ജാതിയോ ജാതി വ്യവസ്ഥയുടെ ഭാഗമോ അല്ല. ഇവിടെ ഇന്ന് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വർണ്ണം, ജാതി, സമുദായം, ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ നിലപാടുകളെ പറ്റി വിശദീകരിക്കാനാണ്. വർണ്ണം എന്താണ്, ജാതി എന്താണ്, സമുദായം എന്താണ് എന്ന് ശ്രീനാരായണ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ശ്രീനാരായണ മാനവധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക എന്നതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ ജാതി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ് അഥവാ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് SNDP യോഗത്തിൻ്റെ ഒരു നേതാവായിരുന്ന സ്വതന്ത്ര സമുദായം എഴുതി ഈ മാധവൻ വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: നാം ഹിന്ദുമതത്തിലെ താഴ്ന്ന അല്ലെന്ന നില സ്ഥിരീകരിക്കുകയും അതോടുകൂടി ഈഴവൻ, ഇവിടെ ഏത് പദവും വയ്ക്കാട്ടോ, ഈഴവനെന്നോ പുലയനെന്നോ പറയുന്നതോ, ഏത് ജാതിയാണോ ഏത് സമുദായമാണോ ആ പേരോടെ വയ്ക്കാം, എന്ന പേരിൽ അനുഭവിച്ചു വരുന്ന അവശതകൾ നശിക്കുകയും ചെയ്യും. എങ്ങനെയാണ് നശിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. തൂണിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ വിടണം എന്ന് നിലവിളിച്ചത് കൊണ്ട് ഫലമില്ലല്ലോ. തൂണ് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ടില്ല, തൂണ് നമ്മളെ പിടിച്ചിട്ടില്ല, നാം തൂണിൽ പിടിച്ചിട്ടേയുള്ളൂ. അവിടെ നിന്നും കൈവിട്ടാൽ സ്വാതന്ത്ര്യമായി. ഇങ്ങനെ ലഭ്യമായ സ്വാതന്ത്ര്യത്തോടുകൂടി നാം നമ്മുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചാൽ ജാതിയിൽ താണവനാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ഗവൺമെൻറ്റിനും നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങളെ അവഗണിക്കാൻ കഴിയുന്നതല്ല. ജാതിയും മതവും ഇല്ലാത്തവരോട് അവയുടെ നിയമങ്ങൾ എടുത്താൽ തന്നെ അത് അവർക്ക് നേരെ പ്രയോഗിക്കുകയോ ഇല്ലല്ലോ. മതം വിട്ട് സ്വതന്ത്രരായി നിന്നിട്ടും നമ്മളോട്, അതായത് ഈ ഹിന്ദു മതം എന്ന മതം വിട്ട് സ്വതന്ത്രനായി നിന്നിട്ടും നമ്മളോട് പണ്ടത്തെ പഴഞ്ചൻ പ്രമാണങ്ങളിലെ ജാതി നിയമങ്ങൾ എടുത്തുകൊണ്ടുവന്നാൽ അത് വലിച്ച് തോട്ടിലെറിയുവാൻ നമുക്ക് സ്വയം തൻ്റെ ഇടമുണ്ടാകും. കാരണം മത നിയമത്തിൽപ്പെട്ട ക്ലാസ്സുകാരല്ല നാം എന്ന തിരിച്ചറിവ്, ക്ലാസ്സുകാരല്ല നാം എന്നുള്ള നമ്മുടെ ഉറച്ച ആത്മബോധം തന്നെ, നമ്മുടെ ഉറച്ച ആത്മബോധം നാം ഈ മത നിയമങ്ങളിൽപ്പെട്ട ശ്രേണീകൃതമായ അസ്വമത്വത്തിൽപ്പെട്ട അതിലെ ഏറ്റവും അധമ ശ്രേണിയിൽപ്പെട്ട ആളുകളല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നതോടെ ഈ ജാതീയമായ വിവേചനങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അത് നമുക്ക്, ഇതാണ് സ്വതന്ത്ര സമുദായവാദത്തിൻ്റെ അടിത്തറ. ഈ സ്വതന്ത്ര സമുദായവാദം എന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, ഈ സ്വതന്ത്ര സമുദായവാദം അഥവാ ചാതുർവർണ്ണത്തിൽ നിന്ന് വിമുക്തമായി നിൽക്കുന്ന സ്വതന്ത്ര സമുദായങ്ങളാണ്. ചാതുർവർണ്ണത്തിൻ്റെ വർണ്ണ നിയമങ്ങൾ, അവരുടെ ശ്രുതി നിയമങ്ങൾ, അവരുടെ സ്മൃതി നിയമങ്ങൾ നമുക്ക് ബാധകമല്ല എന്ന് ഈ ലോകത്ത് ആദ്യമായി, കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യമായി പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെയാണ് പറഞ്ഞത്: അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് എന്താണ് പ്രമാണമെന്നും എന്താണ് ശാസ്ത്രത്തിൻ്റെ അടിത്തറയെന്നും ചോദിച്ചവരോട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഉത്തരമാണ് ഈ സ്വതന്ത്ര സമുദായം എന്ന ഉത്തരം. അത് നമ്മളിങ്ങനെ വായിക്കാം. ഈഴവ ശിവൻ, അത് ദാമോദരൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നമ്പൂതിരി ഗുരുദേവനോട് ചോദിച്ചാണ്: ശിവപ്രതിഷ്ഠ ബ്രാഹ്മണനല്ലേ നടത്തേണ്ടത്, അത് ഈഴവനും ആകാമെന്ന് വല്ല വിധിയുമുണ്ടോ? സ്വാമികൾ, നാം നമ്പൂതിരി ശിവനെ അല്ല പ്രതിഷ്ഠിക്കുന്നത്, ഈഴവ ശിവനെയാണ്. അതായത് ഈ ഒരു വാക്കിലൂടെ യഥാർത്ഥത്തിൽ നമ്പൂതിരിമാരുടെ മതത്തിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യതയുള്ള ഒരാളല്ല ഞാൻ നിങ്ങളുടെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാകണമെങ്കിൽ ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരുവനാകണം. നിങ്ങളിൽപ്പെട്ടവരല്ല, ഞങ്ങൾ മറ്റൊരു സ്വതന്ത്രമായ അസ്തിത്വമാണ് എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ ചാതുർവർണ്ണത്തിൻ്റെ നിയമങ്ങളെ നിരസിക്കാൻ ഗുരുവിനാകുന്നു എന്നുള്ളതാണ്. ഈഴവ ശിവൻ എന്ന വാക്ക് അല്ല, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ എഴുത്തുകൾ ഈഴവ ശിവൻ എന്ന വാക്കിനെ സാധൂകരിക്കുന്ന
എത്ര വേണമെങ്കിലും തെളിവുകൾ നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. ബ്രാഹ്മണർക്കല്ലാതെ ശിവപ്രതിഷ്ഠ ചെയ്യാൻ വിധിയുണ്ടോ എന്ന് ചോദിച്ചത് ഈഴവ പ്രമാണികളുടെ പ്രതിഷേധത്തെ മനഃശക്തി കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈഴവ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത് എന്നാണ്. മാത്രമല്ല ഒരു വലിയ സംഭാഷണം തന്നെ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സ്വാമി ഗുരുപ്രസാദ് എൻ്റെ നോട്ട് ബുക്ക് എന്ന കൃതി, അത് ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൃതിയിലും ഈഴവ ശിവൻ എന്നുള്ള റെഫറൻസ് കൃത്യമായി ചേർത്തിട്ടുണ്ട്. അതൊരു വിവാദ വിഷയമായതുകൊണ്ട് ഞാൻ ഊന്നി പറയുന്നു. അവിടുത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് ശ്രീനാരായണ ഗുരു മറികടന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ നിങ്ങളുടെ ജാതി ശ്രേണിയിൽപ്പെട്ട ഒരു ജാതിയല്ല, ഈഴവർ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന ചാതുർവർണ്ണത്തിൻ്റെ നിയമങ്ങൾ ബാധകമായ ഒരു ജാതിയല്ല, ഞങ്ങൾ മറ്റൊരു സമുദായമാണ് എന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഗുരു അതിനെ നിരസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്വതന്ത്രമായ ഒരു സമുദായമാണ് എന്ന് ചിന്തിക്കുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ ചാതുർവർണ്ണത്തിൻ്റെ നിയമങ്ങളെ മറികടന്ന് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് ജനുവരി 7 SNDP യോഗം രൂപീകരിക്കുന്ന സമയത്ത് SNDP യോഗത്തിൻ്റെ കൂട്ടുദായസ്റ്റ് അതിലെ 3-ാമത്തെ വകുപ്പ്, അതിലെ 3B വകുപ്പിൽ കൃത്യമായി പറയുന്ന ഒരു വാക്ക് സമുദായം എന്നതാണ്. ഈഴവ സമുദായത്തിൻ്റെ ലൗകികവും വൈദികവുമായ ഉന്നമനത്തിന് വേണ്ടി SNDP യോഗം രൂപീകരിക്കുന്നു എന്ന പ്രസ്താവന നമുക്കവിടെ കാണാം. അവിടെ യഥാർത്ഥത്തിൽ ഗുരു ഉപയോഗിക്കുന്ന വാക്ക് സമുദായം എന്നതാണ്, ജാതി എന്നതല്ല. കാരണം ജന്മന ഒരു ജാതിയേ ഉള്ളൂ. എല്ലാ മനുഷ്യരും ജന്മന ഒരു ജാതിയാണ്. അത് ഗുരു പ്രഖ്യാപിക്കുന്നുണ്ട്. ഗുരു പ്രഖ്യാപിക്കുന്ന രീതി ഇവിടെ വ്യക്തവുമാണ്. ഗുരുവിൻ്റെ ജാതി നിർണയം എന്ന കൃതിയിൽ ഗുരു പറയുന്നു, മനുഷ്യാണാം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാമ്യഥ ന ബ്രാഹ്മണാതിരസേവം ഹാ തത്വം വേത്തി കോപിന എന്ന് ഗുരു പറയുന്നു. മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ്. അത് ശാസ്ത്രീയമായ ഒരു അടിത്തറയിലാണ് ഗുരു പറയുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വ്യത്യസ്ത ജീവജാലങ്ങൾ, ജീവിവിഭാഗങ്ങൾ ഈ ലോകത്തുണ്ട്. അതെല്ലാം വ്യത്യസ്ത സ്പീഷീസുകളാണ്. മനുഷ്യർ, അവർ കറുത്തവരായാലും വെളുത്തവരാണെങ്കിലും, അവർ യൂറോപ്യന്മാരായാലും, അവർ ഈ പറയുന്ന ഏഷ്യക്കാരാണെങ്കിലും, അവർ ഈ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും, അവർ ഏത് തരത്തിൽപ്പെട്ടവരാണെങ്കിലും, ഈ ലോകത്തുള്ള ഈ മനുഷ്യ സമുദായം ഒന്നാകെ ഒരു സ്പീഷീസാണ്. അതൊരു ശാസ്ത്രീയമായ സത്യമാണ്. ആ സത്യത്തെ മുൻനിർത്തിയാണ് ഗുരു പറയുന്നത് മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഗോത്വം ഗവാം യഥ, എല്ലാ പശുക്കളും, ലോകത്തുള്ള എല്ലാ പശുക്കളും ഒരു ജാതിയിൽപ്പെട്ട പശുക്കളാണ്. അത് ഏതാണ് പശു? അത് പശുത്വം എന്ന ജാതിയാണ്. അതുപോലെ ലോകത്തെ എല്ലാ മനുഷ്യരും മനുഷ്യത്വമുള്ളവരാണ്. മനുഷ്യനെന്ന ശാരീരികവും മനുഷ്യനെന്ന ജീവശാസ്ത്രപരവുമായ ഐഡൻറ്റിറ്റി ഉള്ളവരാണ് എല്ലാവരും. അതൊരു സ്പീഷീസാണ്. ഇങ്ങനെ ശാസ്ത്രീയമായ യുക്തിയിൽ ഗുരു ജാതി ഒന്നേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുന്നു. അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏക ജാതി ദർശനം. ഞാൻ ഈ പറഞ്ഞ ദർശനം ഈ സംസ്കൃത ശ്ലോകത്തിന് ഇതിനു മുമ്പേ തന്നെ ഡോക്ടർ ടി ഭാസ്കരനും പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരും മുനി നാരായണപ്രസാദും അങ്ങനെ നിരവധി പണ്ഡിതർ ഇത് മുമ്പേ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തവും കുറച്ചുകൂടെ നമുക്ക് സ്വീകാര്യവുമായ ഒരർത്ഥമാണ് മോഹൻ ഗോപാൽ സാറും ഞാനും ശ്യാംകുമാറുമൊക്കെ ആയിട്ടുള്ള വലിയ കുറേ മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ഒടുവിലായി ഉരുത്തിരിഞ്ഞത്. ഇതൊന്ന് നമ്മൾ ഒന്നുകൂടെ ചൂഴ്ന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ന ബ്രാഹ്മണാതിരസ്യവും ഹാ തത്വം വേത്തി കോപിന എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ന ബ്രാഹ്മണാദി, ഈ തത്വം, ഈ മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് എന്ന തത്വം അത് വേത്തി എന്ന് വെച്ചാൽ അറിയുക, അത് അറിയാത്തവരായി ലോകത്താരെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഈ ബ്രാഹ്മണാദികൾ മാത്രമാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും മാത്രമാണ് ഈ സത്യം അറിയാത്തത്. അന്യേ കോപി തദ്ജാനാതി. എല്ലാവരും, അവരൊഴികെയുള്ള എല്ലാവരും ഈ തത്വം അറിയുന്നുണ്ട്. നമ്മൾ സാധാരണക്കാർ, നിങ്ങൾ ഈ ലോകത്തെ ഏത് മനുഷ്യരോട് ചോദിച്ചോളൂ, ഞാൻ മനുഷ്യരാണ്, നിങ്ങൾ മനുഷ്യരാണ് എന്ന് തിരിച്ചറിയാനാകാത്ത ഏതെങ്കിലും മനുഷ്യൻ ഈ ലോകത്തു നിന്നവർ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. ഗുരു തന്നെ അതിന് ലളിതമായിരിക്കും മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു പട്ടി മറ്റൊരു പട്ടിയെ കണ്ടാൽ വാലാട്ടും, അതിന് സ്വന്തം ജാതി തിരിച്ചറിയാം. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും കണ്ടാൽ അവർ തിരിച്ചറിയും. കാരണം മനുഷ്യരാണ്, അതൊരു ജാതിയാണ്. ഈ തത്വം എല്ലാവർക്കും അറിയുന്ന തത്വമാണ്. ഈ തത്വം നമുക്കറിയാതാകുന്നത് എപ്പോഴാണ്? മനുഷ്യരെല്ലാം ഒരു ജാതിയാണ് എന്ന തത്വം നമുക്കറിയാതാകുന്നത് നാം ചാതുർവർണ്ണത്തിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞ ഋഗ്വേദത്തിൻ്റെ ഈ കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രമാണ്. ഋഗ്വേദത്തിൻ്റെ കണ്ണട വയ്ക്കുമ്പോൾ, ബ്രാഹ്മണ്യത്തിൻ്റെ കണ്ണട വയ്ക്കുമ്പോൾ, ഇവിടുത്തെ സവർണ ഹൈന്ദവതയുടെ കണ്ണട വയ്ക്കുമ്പോൾ നമുക്ക് മുമ്പിലിരിക്കുന്ന ആളുകൾ, മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാർ, അവരെല്ലാവരും നരൻ അശുദ്ധ വസ്തുവായി മാറുന്നു.
അപ്പോൾ അവരുടെ പുലയനായ പറയനായി ഇഴവനായി വ്യത്യസ്തങ്ങളായ ജാതികളായി അവരെല്ലാവരും തന്നെ അവർണരായി, വർണ്ണത്തിന് പുറത്ത് ജനിച്ചവരായി, സാറ് നേരത്തെ പറഞ്ഞ പോലെ അവരെല്ലാവരും തന്നെ മൃത വസ്തുക്കളായി മാറി. അത് ആ കണ്ണട മാറ്റിവെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരശൈവം ഹാ തത്വം വേത്തി കോപിന എന്ന ഈ ദർശനത്തിലൂടെ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പിൽ കാണുന്ന എല്ലാവരും മനുഷ്യരായി. പശുക്കൾ മറ്റൊരു ജീവിവിഭാഗമായി, സസ്യങ്ങൾ അതിലോ ഈ മാവ് മറ്റൊരു സസ്യവിഭാഗമായി, പ്ലാവ് മറ്റൊരു സസ്യവിഭാഗമായി, അങ്ങനെ ഓരോന്നും ഓരോ ജീവിവർഗങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രകൃതി സത്യമാണ്, ഇത് ശാസ്ത്രീയമായ ഒന്നാണ്. ഈ കാഴ്ചപ്പാടിലേക്ക്, ജന്മനാ തന്നെ നമുക്ക് ലഭ്യമാകുന്ന ഈ തിരിച്ചറിവിലേക്ക് യഥാർത്ഥത്തിൽ ഈ വിഷലിപ്തമായ ബ്രാഹ്മണാശയം കടന്നു വരുന്നിടത്താണ് ഈ സമൂഹത്തെ മനുഷ്യനെ ശ്രേണീകൃതമായി തിരിക്കുന്ന ഈ അപകടങ്ങളെല്ലാം പതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ശ്ലോകങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ജാതി ലക്ഷണത്തിൽ ഗുരു ഇങ്ങനെ പറയുന്നു: പുണർന്നു പെറുമെല്ലാം ഒരിനം, ഇനമാം പുണരാത്തത്. അതായത് ഒരേ രീതിയിലുള്ള ഇണചേരൽ പ്രക്രിയയിലൂടെ ജനിക്കുന്ന എല്ലാവരും ഒരു ഇനമാണ് എന്ന് വളരെ ലളിതമായി ശാസ്ത്രീയമായ ഭാഷയിൽ ഗുരു ജാതിയെ നിർണ്ണയിക്കുന്നുണ്ട്. ഇതാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഒരു ജാതി എന്ന വാക്ക്. ഒരു മതം, ഒരു ദൈവം, രണ്ട് വാക്കുകൂടെ ബാക്കിയുണ്ട്. ആ രണ്ട് വാക്കുകളെയും വിശദമായി തന്നെ ഈ രീതിയിൽ തന്നെ നമ്മൾ വിശകലനം ചെയ്യുന്ന കോൺഫറൻസുകൾ തുടർന്ന് ശ്രീനാരായണ മാനവധർമ്മം ആലോചിക്കുന്നുണ്ട്. അതിൽ ആ സമയത്ത് ആ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ജാതികളല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഈ ലഘുലേഖയിലൂടെ ഉത്തരം പറയാൻ ശ്രമിച്ചത്. നമ്മൾ സമുദായങ്ങളാണ് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഈഴവ സമുദായത്തിൻ്റെയും അതുപോലെ കേരളത്തിലും ഈ ദക്ഷിണേന്ത്യയിലും ജീവിച്ച നിരവധി സമുദായങ്ങളുടെയും ഉൽപ്പത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായ അസ്തിത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണർ ചരിത്രപരമായി കേരളത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഉള്ളതാണെന്ന് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. തരിസാപ്പള്ളി പട്ടയത്തിൽ ഈഴവൻ എന്ന പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിരവധിയായ മറ്റ് ജാതി, വെള്ളാളർ, പറയർ തുടങ്ങിയ ജാതികളെ പറ്റി നമ്മുടെ ചരിത്രരേഖകൾ, ഇപ്പോൾ അതിപുരാതനമായ ചരിത്രരേഖകൾ സൂചനകളുണ്ട്. ഇന്ന് നാം കാണുന്ന ദ്രവീഡിയൻ ആയിട്ടുള്ള ഒരുപാട് സാമൂഹ്യ വിഭാഗങ്ങളുടെ, സമുദായങ്ങളുടെ പേരുകൾ നമുക്ക് സംഘം കൃതികൾ കാണാൻ സാധിക്കും. ബ്രാഹ്മണർക്ക് മുമ്പേ തന്നെ ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു. അവർ സമുദായങ്ങളായി ജീവിച്ചിരുന്നു. ആ സമുദായങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ തമ്മിൽ ശ്രേണീകൃതമായ അസമത്വമുള്ളവരല്ല, അവർ ഉച്ചനീചത്വം വെച്ച് പുലർത്തുന്നവരല്ല, അവർ തൊട്ടുകൂടായ്മ അനുഷ്ഠിക്കുന്നവരല്ല. മനുഷ്യർ എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു സാമൂഹ്യ ജീവിയാണ്. അവർ കൂട്ടം ചേരും. സമുദായം എന്നാൽ കൂട്ടം എന്ന് മാത്രമാണ് അർത്ഥം. അപ്പോൾ കൂട്ടം എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഈ കൂട്ടം കൂടുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എന്ന് കരുതി ഈ കൂട്ടം ഒരു ഗോത്ര സ്വഭാവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ബ്രാഹ്മണ്യം ചെയ്തത് എന്താണ് എന്ന് വെച്ചാൽ, ഇവിടെ നിലനിൽക്കുന്ന മനുഷ്യരുടെ കൂട്ടങ്ങൾക്ക് അഥവാ സമുദായങ്ങൾക്ക് ആ സമുദായങ്ങൾ അവർ ജാതികളാക്കി. വർണ്ണം ദുഷിച്ച് ജാതി ഉണ്ടായതല്ല, വർണ്ണവും ജാതിയും ഒന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല, ഈ വർണ്ണവും ജാതിയും ബ്രാഹ്മണർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ കൂട്ടമായി ജീവിച്ച മനുഷ്യരെ അവർ ജാതിയുടെ കോളത്തിലേക്ക് മാറ്റി. നമുക്ക് ഈ ജാതി കോളത്തിൽ നിന്ന് വീണ്ടും നമ്മൾ സമുദായത്തിൻ്റെ കോളത്തിലേക്ക് തിരിച്ചു മടങ്ങണം. സമുദായങ്ങളായി മാറണം. മനുഷ്യൻ്റെ സമുദായങ്ങളാകണം. ഓരോ സമുദായങ്ങളും സ്വതന്ത്രമാകണം. സമുദായങ്ങൾക്കകത്തുള്ള മനുഷ്യരും സ്വതന്ത്രരാകണം. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം. അപ്പോൾ നാം ഒരു സ്വതന്ത്ര സമുദായം എന്ന പരികല്പന നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് മറ്റ് സമുദായങ്ങളിൽ നിന്നും ബന്ധമില്ലാത്ത ഒരു സമുദായം എന്ന നിലയ്ക്കല്ല, മറിച്ച് ആ സമുദായത്തിനകത്തെ വ്യക്തികൾക്ക് ഞാൻ ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടാകുന്ന ഒരു സമുദായ സങ്കല്പത്തെക്കുറിച്ചാണ്. മനുഷ്യൻ സ്വതന്ത്രമാകുന്ന ഒരു സമുദായ സങ്കല്പത്തെക്കുറിച്ചാണ്. ഇതാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ സ്വതന്ത്രമായ സമുദായങ്ങളായി മനുഷ്യ സമുദായം മാറുകയും അങ്ങനെ ഓരോ സമുദായവും ശക്തിപ്പെടുകയും വേണം എന്നതാണ് ശ്രീനാരായണ മാനവധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. ഓരോ സമുദായവും ശക്തിപ്പെടുമ്പോൾ മാത്രമേ ഇവിടെ സാമൂഹ്യ നീതി എന്ന സങ്കല്പം ഇവിടെ ശാശ്വതമായി നടപ്പാക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ്, ഒരു സമുദായമാണ് എന്ന സങ്കല്പത്തെ എല്ലാം ജാതീയമായ കോളത്തിൽ കൊണ്ടുചെന്ന് അവസാനിപ്പിച്ച് വീണ്ടും അതിനെ ജാതീയമായി തന്നെ വ്യാഖ്യാനിക്കാൻ ഗാന്ധിയൊക്കെ വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട്.
ശിവഗിരിയിൽ 1925 ഗാന്ധി നടത്തിയ പ്രസംഗത്തിലും അതിനുശേഷം 37 ഗാന്ധി ശിവഗിരിയിൽ വന്നപ്പോൾ നടത്തിയ പ്രസംഗത്തിലും ഇത് പറയുന്നുണ്ട്. ഈ ദർശനം നിങ്ങൾക്ക് സ്വീകാര്യമാണോ എന്ന് നോക്കുക. ഇപ്പോൾ ഒരു വലിയ സമരം കേരളത്തിൽ ഒരു യുവജന സംഘടന ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് രാമനെ മുൻനിർത്തിയുള്ള ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഗോഡ്സെയുടെ രാമനെ വേണോ അതോ ഗാന്ധിയുടെ രാമനെ വേണോ എന്നുള്ള ചോദ്യം അവിടെ വീണ്ടും ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഗാന്ധിയുടെ പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ജാതീയമായ വർഗീയമായ വേർതിരിവുകളെ തടയുക സാധ്യമല്ല. അത് നാം പറയുന്നത് ഗാന്ധിയുടെ പ്രസംഗങ്ങൾ തന്നെ വെച്ചുകൊണ്ടാണ്. ശിവഗിരിയിൽ വന്ന് പോലും ഗാന്ധി പറയുന്നത് ഓരോ ആൾക്കും അയാൾ അർഹിക്കുന്നത് ലഭിക്കും. 1925 ശിവഗിരി പ്രസംഗമാണ്. നമുക്ക് ഏതാണോ പൈതൃകമായി കിട്ടിയിട്ടുള്ളത് അതിന് നാം അർഹരാണ്. നമുക്ക് ഈ സിദ്ധാന്തം സ്വീകാര്യമാണോ? നമുക്ക് പൈതൃകമായി കിട്ടിയത് നമുക്ക് അർഹിക്കുന്നതാണോ? അല്ല. നമുക്ക് പൈതൃകമായി കിട്ടിയതല്ല നമുക്ക് അർഹിക്കുന്നത്. കാരണം ഈ നാട്ടിലെ റോഡ്, ഇങ്ങോട്ട് വരുന്ന ഈ വഴി ഏതെങ്കിലും ഒരു രാജാവ് ആ ഖജനാവിലെ പണം ഏതെങ്കിലും ആൾക്ക് ശമ്പളമായി കൊടുത്ത് കൂലിയായി കൊടുത്ത് വെട്ടി നിർമ്മിച്ചതല്ല. മറിച്ച് ഇവിടെയുള്ള ആളുകളെ ഊഴിയം വേല ചെയ്യിച്ച് നിർബന്ധിതമായി പണിയെടുപ്പിച്ച് 1 രൂപ പോലും കൂലി കൊടുക്കാതെയാണ് അവർ അവിടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിധി ഉണ്ടാക്കിയത്, കൊച്ചിയിലെ ക്ഷേത്രങ്ങളിലെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പൈതൃകമായി കിട്ടിയത് നമുക്ക് അർഹിച്ചത് ലഭിച്ചില്ല. അവരുടെ കയ്യിൽ എന്താണ് പൈതൃകമായുള്ളത് എന്ന് ചോദിച്ചാൽ അത് നമ്മളിൽ നിന്ന് ചൂഷണം ചെയ്തത് തട്ടിയെടുത്തതാണ്. നമ്മുടെ കയ്യിൽ പൈതൃകമായി എന്തെങ്കിലും ഇല്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവിടെ ചൂഷണമാണ്. അപ്പോൾ പൈതൃകമായി അർഹിച്ചതാണ് ഓരോ വ്യക്തിക്കും ലഭിച്ചത് എന്ന സിദ്ധാന്തം തന്നെ ചൂഷകന് മാത്രം പറയാൻ പറ്റുന്ന ഒന്നാണ്. അതാണ് ഗാന്ധി പറയുന്നത്. അതിന് നാം അർഹരുമാണ് എന്നാണ് ഗാന്ധി പറയുന്നത്. ആ കാഴ്ച നമുക്ക് സ്വീകാര്യമല്ല. ഹിന്ദുമതം പാരമ്പര്യ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു. ശാസ്ത്രകാരന്മാർക്കും അതിൽ വിശ്വാസമുണ്ട്. ഹിന്ദുമതം പ്രായോഗിക ശാസ്ത്രമാണ്. അത് ശാസ്ത്രം തന്നെ. അതേ ഹിന്ദുമതം തന്നെ കർമ്മഫലങ്ങളെ എങ്ങനെ നിരാകരിക്കാമെന്നും നമ്മളെ പഠിപ്പിക്കുന്നു. വിപരീത സ്വഭാവത്തിലുള്ള കർമ്മങ്ങൾ കൂടുതൽ അനുഷ്ഠിച്ചാണ് കർമ്മഫലങ്ങളെ നിരാകരിക്കുവാൻ സാധിക്കുക. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കുറേ തിന്മ ചെയ്തെന്നിരിക്കട്ടെ, ആ തിന്മയുടെ ഫലങ്ങൾ ഇല്ലാതാക്കാൻ ഈ ജന്മത്തിൽ അതിനെതിരായുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നമുക്ക് കഴിഞ്ഞ കാലത്തും ചെയ്ത പ്രവർത്തികളേക്കാൾ ശ്രേഷ്ഠമായ പ്രവർത്തികൾ ഈ ജന്മത്തിൽ ചെയ്യാൻ സാധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഗാന്ധി ഇത്തരത്തിൽ പറയുന്നുണ്ട്. ശിവഗിരിയിൽ വന്നതിന് ശേഷം ഗാന്ധി മാറി എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാം. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഗാന്ധി 37 ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. കുറുക്കഞ്ചേരി പ്രസംഗത്തിലും ചാതുർവർണ്ണത്തെ ന്യായീകരിക്കുന്നത് കാണാം. അതിന് ഗുരു കൃത്യമായി മറുപടിയും നൽകിയിട്ടുണ്ട് എന്നും കാണാം. സമയക്കുറവ് കൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഞാൻ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം ഈ കൂട്ടായ്മയിലൂടെ സാമൂഹ്യ നീതിയുടെ ഒരു രാഷ്ട്രീയത്തെ കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ മാനവധർമ്മം എന്ന ഈ കൂട്ടായ്മയ്ക്കെതിരെ ഇനി ഉയരാൻ പോകുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഇതൊരു സ്വത്വവാദ പ്രസ്ഥാനമാണെന്നുള്ളതാണ്. ഇത് സ്വത്വവാദമാണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സ്വത്വവാദം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ത്യയിലെ സ്വത്വവാദത്തെ പറ്റിയും ഇവിടെ നമുക്ക് ബ്രാഹ്മണിസവുമായി മാത്രമല്ല മറ്റു പലതരത്തിലുള്ള ചർച്ചകൾ കൂടെ തുടങ്ങി വെക്കേണ്ടി വരുമെന്നത് ഒരു രാഷ്ട്രീയവും സാമൂഹികവുമായ യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ഇടതുപക്ഷവുമായി അതിലെ ഈ ക്ലാസിക്കൽ മാർക്സിസ്റ്റുകളുമായിട്ടും ഒഫീഷ്യൽ മാർക്സിസ്റ്റുകളുമായിട്ടൊക്കെ ഒരു സംവാദത്തിന് കൂടെ ഇവിടെ തുടക്കം കുറിക്കേണ്ടതുണ്ട് എന്നത് കേരളത്തിലെ കൂടെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായതുകൊണ്ട് ആ വിഷയം കൂടെ പറഞ്ഞു പോവുകയാണ്. കാരണം ഇതൊരു സ്വത്വവാദ പ്രസ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ സ്വത്വവാദ പ്രസ്ഥാനം, നമ്മൾ സ്വത്വവാദം തന്നെയാണ് പറയുന്നത് എന്ന് പറയേണ്ടി വരും. ആ സ്വത്വവാദം വർഗത്തിനെതിരാണോ ചിന്തിക്കേണ്ടത് അവരാണ്. അത് അക്കാര്യത്തിൽ അവരുടെ നിലപാട്, പ്രഖ്യാപിതമായ നിലപാട് ഇതാണ്. ജാതി, പ്രകാശ് കാരാട്ടിൻ്റെ വാക്കുകളാണ് കേട്ടോ, പ്രകാശ് കാരാട്ട്. ഇത് MV ഗോവിന്ദൻ മാസ്റ്റർ എഡിറ്റ് ചെയ്ത രാഷ്ട്രീയത്തെ പറ്റി എന്നുള്ള പുസ്തകത്തിൽ പ്രകാശ് കാരാട്ടിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ജാതി, മതം, ഭാഷ, വംശം, സമുദായം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിരവധി വ്യത്യസ്തതകൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിരവധി തരത്തിലുള്ള സാമൂഹ്യ അടിച്ചമർത്തലുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വത്ത് രാഷ്ട്രീയത്തിന് വളരാൻ അനുകൂലമായ വളക്കൂറുള്ള മണ്ണാണ് ഇന്ത്യയിലുള്ളത്. ജാതിയാണ് സ്വത്ത് രാഷ്ട്രീയം വളരുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള സ്വത്തും. സമൂഹത്തിൽ ജാതിപരമായ അടിച്ചമർത്തലിനും വിവേചനവും ഉള്ളതിനാൽ ഈ അടിച്ചമർത്തലിന് വിധേയരാകുന്ന ജാതികളിലും സമുദായങ്ങളിലുമുള്ളവരെ അവരുടെ സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന അടിച്ചമർത്തലിൻ്റെയും അടിസ്ഥാനത്തിൽ അണിനിരത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള ജാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവം വിവിധ തരത്തിലുള്ള മറ്റു അടിച്ചമർത്തലുകൾ അനുഭവിക്കേണ്ടി വരുന്ന ജാതികളെയോ സമുദായങ്ങളെയോ ഒഴിവാക്കി സംഘടനകളും പ്രസ്ഥാനങ്ങളും സംഘടിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നതാണ്. ഇത് നമുക്ക് ശരിയായൊരു വീക്ഷണം ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇവിടെ ഇന്ത്യൻ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം, എല്ലാ തരത്തിലുള്ള വിഭാഗീയവും സങ്കുചിതവുമായ സ്വത്ത് രാഷ്ട്രീയത്തിനെ എതിർക്കുന്നതിന് പാർട്ടി ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതി പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഈ ജാതി പ്രശ്നം പരിഹരിക്കേണ്ടതില്ലേ? ജാതി പ്രശ്നം പരിഹരിക്കാതെ എങ്ങനെയാണ് നമുക്കൊരു വർഗ്ഗ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ്റെ ഇവിടെ നിന്നുകൊണ്ട് സ്വത്ത് രാഷ്ട്രീയത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരൻ പറഞ്ഞ ഇതാണ്, അത് ജാതി ചികിത്സാ സംഗ്രഹം എന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ ഒരു കവിതയുണ്ട്. അതിൽ സഹോദരൻ എങ്ങനെ പറയുകയാണ്, ജാതി പോക്കാൻ ശ്രമിക്കാതെ ജാതീയത്തെ പഴിപ്പവർ, ജാതിക്കെതിരായ നടത്തുന്ന ഇത്തരത്തിലുള്ള സ്വത്ത് പ്രവർത്തനങ്ങളെ കുറ്റം പറയുന്നവർ, തീ കെടുത്താതെ ചൂടാറ്റും പാഴ്വേല പ്രചാരകർ. തീ കെടുത്താതെ നമുക്ക് തീയുടെ ചൂടില്ലാതാക്കാൻ പറ്റില്ല. തീയുടെ ചൂടില്ലാതാക്കണമെങ്കിൽ ചെയ്യേണ്ടത് തീ കെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ജാതി പോക്കാൻ ശ്രമിക്കാതെ ജാതീയത്തെ പഴിപ്പവർ, തീ കെടുത്താതെ ചൂടാറ്റും പാഴ്വേല പ്രചാരകർ എന്നുള്ളതാണ്. അപ്പോൾ വർഗത്തിൻ്റെ പ്രശ്നങ്ങളെ മാത്രം പരിഹരിച്ചുകൊണ്ട് ആ പരിഹാരത്തിന് അവസാന പരിഹാരമുണ്ടാകുന്ന അന്ന് എല്ലാ സ്വത്തുങ്ങളും കൊഴിഞ്ഞു പോകും, അതുവരെ കാത്തിരിക്കാൻ നാം തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ ഒരു വലിയ ലക്ഷ്യം, നാം മുമ്പ് പ്രഖ്യാപിച്ച ലക്ഷ്യം, അതായത് ചാതുർവർണ്ണത്തിൽ ജീവിക്കുന്ന അവസാന തലമുറ നമ്മളായിരിക്കണം എന്നുള്ള ലക്ഷ്യം സാധിക്കാതെ പോകും. അതുകൊണ്ട് സ്വത്വത്തിൻ്റെ ഈ പ്രതിസന്ധിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം കൂടെ പറയാം. ആരോപിക്കപ്പെടുന്നത് പോലെ നമ്മൾ ആരും തന്നെ സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടിക്കുന്നവരല്ല. ഒരു സവർണൻ്റെ ബലം എന്ത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് അവർക്ക് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യത്തെക്കാൾ ഇരട്ടി പ്രാതിനിധ്യം ലഭ്യമാകുന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണം അവർ ഒരേ സമയം നിരവധി സ്വത്തുങ്ങളുള്ളവരാണെന്നുള്ളതാണ്. അവർക്ക് ഒരേ സമയം വലിയ ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഒരു ഫ്യൂഡൽ പ്രഭുത്വത്തിൻ്റെയൊക്കെ ഒരു വലിയ സ്വാധീനം അവരിലുണ്ടായിരിക്കും. ഒരു വ്യക്തി നടന്നു വരുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്ന തറവാട്ടുകാരനാണെന്നാണ്. അപ്പോൾ അതവരുടെ പിന്നിലുണ്ട്. സാമ്പത്തികമായ അവരുടെ വ്യാവസായികവും സാമ്പത്തികവും അവരുടെ ബിസിനസ് പരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളോ വ്യക്തിബന്ധങ്ങളോ അവർക്കുണ്ടാക്കി കൊടുക്കുന്ന ഒരു പിന്തുണ വളരെ വലുതാണ്. അവർ അവരുടെ കർമ്മമാർഗത്തിലൂടെ ആർജിച്ചെടുത്തുള്ള ഒരു സ്വത്തും വളരെ വലുതാണ്. ഒരു സിനിമാ നടന് മന്ത്രിയാകുമ്പോൾ കിട്ടുന്ന മാധ്യമ പരിലാളന നമ്മളത് കണ്ടതാണ് കഴിഞ്ഞ സത്യപ്രതിജ്ഞയ്ക്ക്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ ബന്ധങ്ങൾ അവർ കൊണ്ടു നടക്കുകയും അതിൻ്റെ എല്ലാം പലതരത്തിലുള്ള സങ്കീർണമായ ബന്ധങ്ങൾ അവർ ഒരേ സമയം അങ്ങനെ അനവധി. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എത്ര ഐഡൻറ്റിറ്റി പറയാൻ പറ്റുമോ, എത്ര കൂടുതൽ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ബലം. ഒരു 20ഓളം സ്വത്തുങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ആൾക്ക് ഉണ്ടാകുന്ന സാമൂഹ്യ ബലമല്ല കേവലം ഒരു ജാതിയുടെ പേരിൽ മാത്രം അടയാളപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലോ ഇന്നയാളുടെ മകനെന്നോ മകളെന്നോ നിലയിലോ പോലും അടയാളപ്പെടുത്താതെ കേവലം ഇന്ന ജാതിയിൽപ്പെട്ടവനെന്ന് മാത്രം അടയാളപ്പെടുത്തുന്ന ഒരാളുടെ ബലം. ഇത് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അനവധി സ്വത്വങ്ങളുടെ പിന്തുണയോടെ ഈ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുക എന്ന ഒരാൾ, അയാളുടെ ഏറ്റവും അവസാനത്തെ സ്വത്വമാണ് ഈ വർഗം. ആ സ്വത്വത്തിൽ എടുത്തിട്ടാണ് പറയുന്നത് നിങ്ങൾ സ്വത്തുപരമായി സംഘടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഹിംസാത്മകമായൊരു ഉപദേശമായി മാറും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരും തന്നെ ഈ ജാതീയമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, ഇവിടെ സാമുദായികമായ പ്രാതിനിധ്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ അതിനർത്ഥം സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ സംഘടിക്കരുതെന്നല്ലല്ലോ, നിങ്ങളൊരു തൊഴിലാളി എന്ന നിലയിൽ സംഘടിക്കരുതെന്നല്ലല്ലോ. ഇത്തരത്തിൽ നിരവധിയായ തലങ്ങളിൽ ആളുകൾ സംഘടിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും വേണമെന്നതിന് പുറമേ നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഒളിഗാർക്കിയുടെ സ്വത്ത് രാഷ്ട്രീയവും നമ്മൾ പിന്നോക്കക്കാരുടെ സ്വത്തും ഒന്നല്ല എന്നുള്ളതാണ്. ഒളിഗാർക്കിയുടെ സ്വത്വത്തെ നിലനിർത്തുന്നതിനെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഒളിഗാർക്കിയുടെ സ്വത്ത് പ്രസ്ഥാനങ്ങളെ അങ്ങേയറ്റം പരിലാളനയോടെ കാണുകയും അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് ഒരു സമരത്തിൻ്റെ പോലും മുദ്രാവാക്യത്തിൻ്റെ പോലും ബലമില്ലാതെ നടത്തിയെടുക്കാൻ സാധിക്കുകയും അതേസമയം ഈ ഒളിഗാർക്കി സമുദായങ്ങൾക്ക് പുറത്തുള്ളവരുടെ ആവശ്യങ്ങൾ അവരെത്ര തന്നെ തൊണ്ടകീറിയാലും ലഭ്യമാകാതെ വരികയും ചെയ്യുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിന് നമുക്ക് വർഗത്തിൻ്റെ പേരിൽ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ സമുദായം എന്ന ഒരു കൺസെപ്റ്റിലൂടെ നാം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്നോളം ബ്രാഹ്മണ്യത്തിൻ്റെ ഈ വേദസാഹിത്യം മുന്നോട്ട് വച്ച ജാതികളുടെ സങ്കല്പങ്ങളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് ഒരു അധമ ജാതി എന്ന നിലയ്ക്കാണ് ഇവിടുത്തെ അധസ്ഥിത ജനങ്ങൾ നിലനിൽക്കുന്നത് എങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ഈ ജാതിക്ക് പുറത്തുള്ള ഈ ജാതി വ്യവസ്ഥയെ അംഗീകരിക്കാത്ത സ്വതന്ത്രമായ സമുദായ നിലയുള്ളവരാണ് എന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതി നിയമങ്ങളും നിങ്ങളുടെ ഉച്ചനീതിച്ച സങ്കല്പങ്ങൾക്കും ഞങ്ങൾക്ക് ബാധകമല്ല എന്നും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ച
ഒരു ജാതി എന്ന സങ്കല്പമാണ് എന്നും, അതായത് ഞങ്ങൾ മനുഷ്യരാണ് എന്നും മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ കോൺഫറൻസിലൂടെ എന്താണ് ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതിന് ഏക വാക്കിലുള്ള മറുപടി നാം എല്ലാവരും മനുഷ്യരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും, അങ്ങനെ മാനവികമായ ഒരു ഐക്യത്തെ ഉണ്ടാക്കിയെടുക്കാനും, മാനവരുടെ ധർമ്മം, മനുഷ്യരുടെ ധർമ്മം ഈ ലോകത്ത് ശാശ്വതമായി സ്ഥാപിക്കപ്പെടാനും വേണ്ടിയുള്ള ഒരു മാനവികമായ പരിശ്രമം മാത്രമാണ് നാം നടത്തുന്നത്. അതുകൊണ്ട് അതിലൂടെ ഈ നാട്ടിൻ്റെ ശ്രേണീകൃതമായ അസമത്വവും ഇവിടെ സാമൂഹ്യപരമായ അസമത്വവും ഇല്ലാതാക്കാൻ വേണ്ടി നാം നാരായണ ഗുരുവിനെ മുൻനിർത്തി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിശദമായി കാണാം.